കാലം പോയൊരു പോക്കേ. ഇവന്റെ വീടാണെങ്കിലും വൃത്തിയാക്കേണ്ടത് ഞാനല്ലേ? മിണ്ടാതെ പണിയെടുക്കാൻ നോക്കടാ. നിന്റെ വീട്ടിൽ പണിയെടുത്തല്ലേ ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നത്. എന്ത് ജോലി ചെയ്തതിന്റെ കഥ നീ പറയുന്നേ? ഈ മുറിയിൽ അപ്പടി പൊടിയാണല്ലോ. ആരാ ആരാ? എന്റെ മോട്ടോ ആരുടെ ശബ്ദമായി കേട്ട്? എനിക്ക് തോന്നിയത് ഈ വിളക്കിന്ന് ശബ്ദം കേട്ടതുപോലെയാ. ഇനിയൊരു പക്ഷേ ഈ വിളക്കിനകത്ത് ഭൂതമുണ്ടോ? ഭൂതോ? നീ എന്താ ഈ പറഞ്ഞു പറഞ്ഞ? ഈ വിളക്കെടുത്തിട്ട് ദാ ഇങ്ങനെ ഉരച്ചു കഴിഞ്ഞാ ഇതിനകത്ത് എന്താ ഭൂതം വരുമോ? എന്റെ മോട്ട് ഭൂതവും ജാത്തനൊന്നും ഇല്ല. മണ്ടത്തരം പറയുന്നൊന്നും നിർത്തിയിട്ട് മുറി വൃത്തിയാക്കാൻ നോക്ക്. വേഗം വാ. എന്തിനങ്ങനെ വെറുതെ പേടിക്കുന്നത്? നീ എന്താ വല്ല ഭൂതത്തിനെയും കണ്ടോ? അല്ല പിന്നെ ആഞ്ജനേയ മതി പാടലാനനം കാഞ്ചനാത്രി കമനീയ വിഗ്രഹം. ഞാനാണ് ജിൻ. ഞാൻ വെറുതെ ഇരിക്കേയില്ല. ദിവസം മുഴുവൻ ഞാൻ ജോലിയെടുക്കും. ഞാനാണ് ജിൻ. സത്യമാണോ? ഞങ്ങൾ എന്ത് ജോലി തന്നെ പറഞ്ഞാലും അത് നീ ചെയ്തു തരുമോ? യെസ് ബോസ്. പക്ഷെ ആദ്യം ഇയാളുടെ സംശയം തീർക്കട്ടെ. ഇയാള് പറഞ്ഞത് ജിന്നും ഭൂതവും ഒന്നും ഇല്ലെന്നല്ലേ? ഓക്കേ, ബൈ ബൈ. സമ്മതിച്ചോ. ബോധമുണ്ട്, രക്ഷിക്കണേ. ബോസ്, എനിക്ക് ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി തരൂ. ആദ്യം എന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുവരൂ. അത് ഇപ്പൊ ചെയ്തേക്കാം ബോസ്. ഓ സോറി ബോസ്, ലാൻഡിങ്ങിൽ ചെറിയൊരു കുഴപ്പം പറ്റിപ്പോയി. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. പൊളിച്ചേ. ഇപ്പോഴാണ് ജീവിതം ഒന്ന് ഉഷാറായത്. എന്റെ ചങ്ങായി, നീ ഇപ്പൊ എന്റെ ദേഹത്തോട്ട് സമൂസയുടെ ഒരു പേമാര് തന്നെ പേപ്പിച്ചേ നോക്കട്ടെ. ഇന്നാ പിടിച്ചോളൂ ബോസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സമൂസ. ഇനിയും പോരട്ടെ സമൂസ, ഇനിയും പോരട്ടെ. ഇതൊക്കെ വളരെ ചെറിയ സമൂസ. വലിയ സമൂസ വരട്ടെ ചങ്ങായി. വേണ്ട ചങ്ങായി, മതിയാക്ക്. പറ്റില്ല ബോസ്. ഇതിൽ നിന്ന് സമോസ തീരുന്നിടം വരേക്കും നിങ്ങൾ അത് കഴിച്ചേ മതിയാവൂ. ഈ ഭൂതം നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാ. ജീവൻ വേണമെങ്കിൽ ഓടിക്കാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക്, എന്റെ ബ്രോ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത്? നീ എന്റെ വല്ല ഭൂതത്തിനെയും കണ്ടോ? ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ട, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. ഒരു ഭൂതം ഞങ്ങളുടെ പുറകെ കൂടിയിട്ട് കുറെ നേരമായി. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ജിന്നു ഒടിയനൊന്നും ഇല്ലെന്നേ. അതെന്നേ, ഡോക്ടർ ചട്ടുക്ക പറയുന്നത് സത്യം തന്നെയാണ്. ഈ ജിന്നും ഒടിയണമെന്നൊന്നുമില്ല. ബോസ്, എനിക്ക് എന്തെങ്കിലും ജോലി തരൂ. നിന്നെ കണ്ടാൽ ഒരു മന്ത്രവാദിയെ പോലുണ്ടല്ലോ. നീ ജിന്നാണെന്ന് വിചാരിക്കാതെ ഞാൻ അത്ര വലിയ മണ്ടനൊന്നും അല്ല. നിന്റെ മന്ത്രവാദം വെച്ച് നീ എന്താ ഞങ്ങളൊക്കെ മണ്ടനാക്കാൻ നോക്കുക? ഞങ്ങള് കഴുതകളല്ലോ. നിന്നെ ജിന്നെന്ന് വിശ്വസിക്കാൻ. നിങ്ങൾ രണ്ടുപേരും കഴുതകൾ തന്നെയാണ്. എന്നത് ജോലി തരൂ. ഞങ്ങളുടെ പഴയ രൂപം തന്നിട്ട് പോ. നിക്കാണ്ട് പറഞ്ഞ് ഞങ്ങള് ശരിയാക്കിട്ട് പോന്നേ. ഒന്ന് പറയുന്നത് കേൾക്കൂ. യെസ് ബോസ്. ജോലി തരൂ. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ. എന്റെ മോട്ടോ, ഈ ഭൂതം നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ആകാശത്തങ്ങ പോകേണ്ടി വരും. അങ്ങയുടെ ആഗ്രഹം പോലെ ബോസ്. അല്ല പത്ലു, ഇതെപ്പോ തൊട്ടാ ഭൂമിയിലൊക്കെ ഇങ്ങനെ മേഘം നിറഞ്ഞു തുടങ്ങിയത്? എന്റെ പൊന്നു മോട്ടോ, മേഘങ്ങൾ താഴേക്ക് വന്നതല്ല, നമ്മൾ മേലേക്ക് വന്നതാണ്. ഭയപ്പെടാതെ ബോസ്, നിങ്ങൾ താഴേക്ക് വീടില്ല. ഇതെവിടെയാണോ ഞങ്ങളെ കൊണ്ടുവന്നിട്ടത്?
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, പരിചയമുള്ള ഒരാളെയും. അങ്ങയുടെ ഉത്തരവ് പോലെ പ്രഭു. നീ ഒരു ഉത്തരവ് ഇറക്കണ്ട. പിന്നെ ഞാൻ ആരുടെ പ്രഭു അല്ല. അങ്ങയുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു ബോസ്. അങ്ങക്ക് പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും ഇവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലോ, ഈ ഭൂമി എവിടേക്കാ പോയത്? രക്ഷിക്കണേ! ആകാശത്തൊരു ചായക്കടയോ ആദ്യമായിട്ടാണ് കാണുന്നത്. വരൂ, നമുക്ക് നല്ല ചൂടുള്ള ചായ കുടിക്കാം. ഹലോ ചേട്ടാ, 2 ചായ വേണം. നന്നായി പാൽ ഒഴിക്കണം, പഞ്ചസാര ഇടണം കേട്ടോ. കടുപ്പത്തിൽ എടുത്തേട്ടാ. ഇതെന്താ? എന്തു പറ്റി? അത് അല്ല, ചായ തന്നിട്ട് പോന്നേ. ഹലോ, കാശ് തരാന്ന്. ഞാനിവിടെ പച്ചക്കറി വിറ്റോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഭൂമി അങ്ങ് കാണാതായി പോയി. നമ്മളിപ്പോ ഇത് എവിടെയാ? എന്റെ ഭൂമി നഷ്ടപ്പെട്ടതല്ല, നമ്മളൊക്കെ ഇപ്പൊ ആകാശത്ത് വന്നിരിക്കുന്നതാ. അതെ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വേഗം വന്ന് രക്ഷിക്കണേ. കാണാൻ എന്താ നല്ലൊരു കാഴ്ച. കാലാവസ്ഥയും വളരെ നന്നായിട്ടുണ്ട്. ചിങ്കം സാർ, രക്ഷിക്കണേ! Oh, why fear when Chingam is here? വരൂ, ഈ കാഴ്ചയൊന്ന് ആസ്വദിക്കൂ. ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മേഘം നമ്മുടെ ഭൂമി മാതാവിന്റെ അടുത്തേക്ക് വരുന്നത്. ചിങ്കം സാറേ, ഭൂമിയിലേക്ക് മേഘം ഇറങ്ങി വന്നതല്ല, ഭൂമി തന്നെ കാണാതായിരിക്കുക. എന്റെ അമ്മോ! ചിങ്കം സാർ, രക്ഷിക്കണേ! എന്റെ അമ്മോ! ഞാനെന്താ ഈ കാണുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചിങ്കം സാറേ, നഷ്ടപ്പെട്ടല്ലോ ഭൂമിയും വന്നല്ലോ ആകാശവും. തുടക്കവുമില്ല, അന്ത്യവുമില്ല. സാർ എവിടെയാണ്? ഞാൻ എവിടെയാണ്? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? ഇതൊരു സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? സാറേ, ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോ സാറേ. ജയിലിൽ കൊണ്ടേ അടച്ചോ. അങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ. പേടിയാവുന്നുണ്ട് സാറേ. എന്റെ ഭൂതം ചങ്ങായി, നീ ഇതെന്തായി കാണിക്കുന്നത്? എല്ലാവരും വേഗം ഭൂമിയിൽ എത്തിക്ക്, പേടിയാവുന്നു. അങ്ങയുടെ ആഗ്രഹം പോലെ ബോസ്. ഭൂമി മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം, നിങ്ങൾക്ക് എന്റെ സലാം. ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കണ്ടത് വല്ല സ്വപ്നമാണോ? എന്തായാലും ശരി, ഭൂമി മാതാവേ, നിങ്ങൾക്ക് എന്റെ സലാം. ചിങ്കം സാറേ, ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളെ പഴയ രൂപത്തിലാക്കണേ. ചിങ്കം സാറേ, ഹെൽപ്പ്, സഹായിക്കൂ. എന്റെ അമ്മോ, ഇന്ന് എന്തൊക്കെയാ അവിടെ ഈ നടക്കുന്നത്? ഞാൻ കാണുന്നത് സ്വപ്നമാണോ? ഇതൊക്കെ സാധ്യമാണോ? നോ. ചിങ്കം സാറേ, ഞങ്ങളെ കൈവിടല്ലേ, പോകരുതേ. നമ്മളങ്ങനെ ഭൂമിയിൽ തിരിച്ചെത്തിയേ. ജോലി തരൂ, എനിക്ക് എന്തെങ്കിലും ഒരു പണി തരൂ. ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്കെയും ഗസീറ്റാറാമനെയും ഉടൻ തന്നെ തിരിച്ചെത്തിക്കോ, പെട്ടെന്ന്. കൽപ്പന പോലെ ബോസ്. ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറാകൂ. ക്രാഷ് ലാൻഡിങ്ങിന് തയ്യാറാകൂ. ക്രാഷ് ലാൻഡിംഗ്? ഈ ക്രാഷ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സോറി ബോസ്, ഒരു ചെറിയ ലാൻഡിംഗ് പ്രോബ്ലം ആയിരുന്നു. എടോ, തനിക്ക് ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? പൊളിച്ചെടുത്തല്ലോ. ഈ ജീനി ഞങ്ങളുടെ ജീവൻ തന്നെ എടുത്ത് കളഞ്ഞല്ലോ. അല്ല, ഇനി എന്തിനാ നിങ്ങൾ പുല്ല് തിന്നുന്നത്? സോറി, ഇത്രയും നാള് പുല്ല് തിന്ന് ഇപ്പൊ പുല്ല് കാണുമ്പോ വിശപ്പ് വരുവാ. മോട്ടു, എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ. ഇവൻ നമുക്ക് പാരയായി തീരും, ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്ക്. ഐഡിയ ഞാൻ പറയാം. അതെ, നീ കള്ളം പറയാനട്ടോ. പത്ലു, ജിന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഒരു കുഞ്ഞു വിളക്കിന്റെ അകത്ത് എങ്ങനെ വരാൻ സാധിക്കും? എന്റെ ഭൂതം ചേട്ടാ, നിങ്ങൾ ഇവർക്ക് ആ വിളക്കൊന്ന് കാണിച്ചു കൊടുത്തേ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിപ്പമുള്ള ഒരു ജിന്ന് ഈ വിളക്കിനകത്ത് എങ്ങനെ താമസിക്കാൻ കഴിയും? അതിന്റെ അകത്ത് ഇതിന്റെ മൂക്ക് പോലും കേറില്ലെന്നേ. ജിൻ, നീ പറയുന്നത് നുണയാണ്. നിനക്ക് നാണുണ്ടോ? പക്ഷെ ഞാൻ ഇതിനകത്താണല്ലോ താമസിക്കുന്നത്. ഞങ്ങള് മാത്രമല്ല വേറെ ആരും ഇത് വിശ്വസിക്കില്ല. നീ ആദ്യം അകത്ത് കയറി കാണിക്ക, എന്നിട്ട് ഞങ്ങള് വിശ്വസിക്കാം. ഓ, ഇപ്പൊ കണ്ടോളൂ. ഏ? ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ? ആ, ഞങ്ങളെ വിശ്വസിക്കുന്നു. തൽക്കാലം നീ അതിന്റെ അകത്ത് തന്നെ ഇരുന്നാ മതി കേട്ടോ. ഞങ്ങളെ പോലുള്ളവർക്ക് നീ ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. എന്നെ വെളിയിലേക്ക് ഇറക്കി വിടൂ പെട്ടെന്ന്. നീ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞങ്ങള് വിഡ്ഢികളൊന്നുമല്ല. വീണ്ടും ഇതിൽ ഒരച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ. കേട്ടോ ചങ്ങായി? ഓടൂ പത്തുലു, ഛട്ക, ഘസീട്ടാറാം, ഓടിക്കോ. തക് ദിന ദിൻ ദിൻ, തക് ദിന ദിൻ ദിൻ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. ഞാൻ വെറുതെ ഇരിക്കേയില്ല. ദിവസം മുഴുവൻ ഞാൻ പണിയെടുക്കും. താക്ക് ദിന ദിൻ ദിൻ, താക്ക് ദിന ദിൻ ദിൻ. ഞാനാണ് ജിൻ, ഞാനാണ് ജിൻ. കള്ളൻ, വേഗം പിടിക്കേ, കള്ളൻ. എന്റെ പിടിക്ക്. നമ്മൾ എന്തിനാ വെറുതെ ഓടുന്നത്? നമ്മള് കള്ളത്തരൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കറിയില്ല. നീ ഓടിയപ്പം ഞാനും കൂടെ ഓടിയതാ. അങ്ങോട്ട് നോക്ക്, ജോൺ ദ ഡോൺ രക്ഷപ്പെടുന്നു. എന്റെ മോട്ടു, ഈ സ്പീഡിൽ പോയാൽ എത്താൻ കഴിയില്ല. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. നീ തന്നെ ആലോചിക്കേ. സമൂസ. എന്റെ മോട്ടോ, നമ്മള് ജോണുമായിട്ട് മത്സരിക്കാനല്ല വന്നിരിക്കുന്നത്, അവനെ പിടിക്കാനാ. നീ സ്പീഡൊന്ന് കുറയ്ക്കേ. എന്റെ പത്തില് എങ്ങനെ കുറയ്ക്കാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. ഐഡിയ. The name is Chingam, Inspector Chingam. ഈ ചിങ്കത്തിനടുന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി എംപോസിബിൾ. സർ, ഇവൻ എന്താ മോഷ്ടിച്ചത്? നമ്മുടെ ഫുർഫുറിനകരത്തിൽ ഒരാള് കുഴി കുഴിക്കുമ്പോ 1000 വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹം അയാൾക്ക് കിട്ടി. ഇതിന്റെ വില കോടികളോളം വില മതിക്കും. ഇവൻ ഈ വിഗ്രഹം മോഷ്ടിച്ച് രക്ഷപ്പെടാൻ നോക്കി. ഈ വിഗ്രഹത്തിന് കോടിക്കണക്കിന് രൂപയുണ്ടെന്നോ? Yeah. എന്ത്? ഫുർഫുറി നഗറിൽ ഇനിയും ഇങ്ങനത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാവോ? Yes. എന്തായാലും ഉണ്ടാവും. നമുക്കും കുഴിച്ചു നോക്കാം. ചിലപ്പോൾ ഇതുപോലത്തെ വിഗ്രഹം കിട്ടിയാലോ? പൊളിച്ചേ! ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും കോടീശ്വരന്മാരും ആവും. എല്ലാ നേരവും നമുക്ക് സമൂസയും കഴിക്കാം. പൊളിച്ചെടുത്തല്ലോ. യുവന്മാര് രണ്ടുപേരും ഇവിടെ എന്ത് കുഴിച്ചെടുത്തോണ്ടിരിക്കാണ്? എന്താന്ന് എനിക്കും അറിയില്ല ഗസേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് അവരോട് പോയി ചോദിക്കാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക, എന്റെ ബ്രോ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ. അതെ, നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. ഞങ്ങള് നിങ്ങളെ സഹായിക്കാന്നേ. പക്ഷെ ആദ്യം ഇത് പറ, നിങ്ങൾ എന്തായി കുഴിച്ചെടുക്കുന്നത്? മനസ്സില്ല പറയാൻ. പത്തലു, ഇനി എനിക്ക് കുഴിക്കാൻ വയ്യ. കാരണം എന്റെ നടു ഏതാണ്ട് ഒടിയാറായി. എന്റെ നടുവും ഒടിയാറായി. നമുക്ക് ഇവരെയും സഹായത്തിന് കൂട്ടാം. അവസാനം നമുക്ക് ഇതൊക്കെ പങ്കിട്ടെടുക്കാം. എങ്കിൽ ശരി, ഞങ്ങൾ നിങ്ങളെ പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടെത്തുന്ന പുരാതനമായ ഏതൊരു വിഗ്രഹമായാലും നമ്മൾ അത് വിറ്റ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടെടുക്കാം. പൊളിച്ചെടുത്തല്ലോ. കോടിക്കണക്കിന് രൂപയോ? ഞങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളെ സഹായിക്കാൻ തുടങ്ങാം. കുഴി തോണ്ടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. എന്നാ പിടിച്ചോ ഡോക്ടറെ, ഇത് നീയും മോട്ടോ, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. വേഗം കുഴിച്ചോളൂ. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അതെ, എനിക്ക് കുഴി തോണ്ടുന്നത് കാണാനാണ് ഇഷ്ടം. ഞാനങ്ങനെ കുഴിക്കാൻ നിക്കാറില്ല. അതെ, ഇതൊരു വാതിലാണല്ലോ. പൊളിച്ചേ! ഇതിനകത്ത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. ഗസേട്ടാ, അത് കേട്ടോ? മോട്ടു പത്ലുവിന്റെ കരച്ചിലല്ലേ? അവരിത് എവിടെ പോയി?
ദേ നോക്ക്, അവരുടെ ടോർച്ച് കിടക്കുന്ന കണ്ടോ? പൊളിച്ചെടുത്തല്ലോ. അവരെ രണ്ടുപേരും വല്ല മൃഗം പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവോ? ഇവിടെ അങ്ങനത്തെ എന്ത് മൃഗമാണ് ഉണ്ടാവാ ചട്ടുക്ക? ഭൂമിക്കടിയിലാണ് അനക്കോണ്ട ഉണ്ടാവാറുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, രക്ഷിക്കൂ, രക്ഷിക്കൂ. അവരെ വിട്ടേക്ക്. അവരെ അണക്കൊണ്ട പിടിച്ചിരിക്കാന്നാ തോന്നുന്നേ. ഞങ്ങൾ ഈ ചതുപ്പിൽ കുടുങ്ങിയിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് കേറ്റാൻ നോക്ക്. പൊളിച്ചെടുത്തല്ലോ. എന്ത് നിങ്ങൾ ചതുപ്പിലാണോ? ഈ ഡോക്ടർ അണക്കൊണ്ടയാണെന്ന് പറഞ്ഞ് എന്നെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കാണ്. വന്നേ. പൊളിച്ചെടുത്തല്ലോ. രക്ഷപ്പെട്ടു. പൊളിച്ചെടുത്തല്ലോ. ഇത് എട്ടുകാലിയുടെ വല പോലെ ഉണ്ടല്ലോ. എന്ത് ചെലന്തി വലയോ? ഇത്രയും വലിയ ചെലന്തി വല ഉണ്ടാവോ? പത്തുലു, ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ചിലന്തി റാണി വന്ന് ചെയ്തോളും. നിങ്ങൾ വെറുതെ വിഷമിക്കണ്ടേ. എട്ടുകാലി ഓടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. മോട്ടു നീ ചെന്ന് അതിനെ അടിച്ചു ഓടിക്കേ. ഞാൻ പോയിട്ട് അതിന്റെ കൂടെ തല്ലുകൂടണോ? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്, അതല്ല മുകളിലേക്ക് പറഞ്ഞു വിടാനോ? നോക്ക്, നീ എട്ടുകാലിയോടൊപ്പം അടി കൂടുമ്പോ നിന്നെ അങ്ങനെ തിന്നാൻ നോക്കും. ചിലന്തി അതിന്റെ ഇരയെ പതുക്കെ പതുക്കെയാണ് തിന്നാറുള്ളത്, അറിയോ? ആ സമയത്ത് ഞങ്ങള് 3 പേരും ഇവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടും. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ, സുഹൃത്തുക്കളെ രക്ഷിച്ചതിന്റെ പേരിൽ നീ ഒരു ധീരനായി മാറും മോട്ടു. ഫുർഫുരി നഗരത്തിൽ എല്ലാ സ്ഥലത്തും നിന്റെ പ്രതിഭ സ്ഥാപിക്കും. മോട്ടു തന്നെ പോണെന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ പോയാല്? കാരണം വിഗ്രഹം കണ്ടുപിടിക്കുന്ന ഐഡിയ നിങ്ങളുടെ ആയിരുന്നല്ലോ. കോടികളുടെ കൊതി നിങ്ങളുടെ മനസ്സിലും ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, പറഞ്ഞത് ശരിയാ. രക്ഷപ്പെട്ടേ. ദൈവാധീനം കൊണ്ട് അതിന്റെ വായിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. സമാധാനത്തോടെ ഇനി വിഗ്രഹം അന്വേഷിക്കാലോ. ഇനിയിപ്പോ അടുത്തത് എന്താണാവോ? എന്തൊരൊച്ചയെ കേൾക്കുന്നത്? ശബ്ദം കേട്ടിട്ട് എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്ന പോലുണ്ട്. പൊളിച്ചെടുത്തല്ലോ. മമ്മി, അനക്കോണ്ട ഈസ് കമ്മിങ്. മമ്മി, ഞങ്ങളൊന്ന് വേഗം രക്ഷിക്കണേ. എന്റെ മമ്മി. ഇത് അനക്കോണ്ടയുടെ ശബ്ദമൊന്നും അല്ല, ഇതൊരു രാക്ഷസൻ കല്ലാണ്. ഓടിക്കോ. എന്റെ അമ്മോ, ഇത് ഈ വഴിയാണല്ലോ വരുന്നത്. തിരിഞ്ഞു ഓടിക്കോ. ഇത് പലിശക്കാർ ഓടിക്കുന്നതിനെക്കാട്ടിലും പരമാണല്ലോ. ഓടിക്കോ. എന്തിനങ്ങനെ ഓടിക്കോ ഓടിക്കോന്ന് ഒച്ച വെക്കുന്നത്? നമ്മൾ ഇത്ര നേരമായിട്ട് ഓടുന്നയാണല്ലോ. അത് കണ്ടോ? അവിടെ അതാ ഒരു വിഗ്രഹം. ഓടിച്ചേ. നമ്മൾ കോടീശ്വരന്മാരായേ. അതുവരെ എത്തുക എന്നത് അസാധ്യമാണ്. പല അപകടങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്. എനിക്ക് വിഗ്രഹം എടുക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടെന്നേ. ഇപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന്? മോട്ടു പത്ലു, വിഗ്രഹത്തിന്റെ അടുത്ത് കയറുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താം. എടോ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങളെ പട്ടം പോലെ പറപ്പിക്കുക. വെറുതെ വിടൂല നിങ്ങള്. കെട്ടഴിച്ച് വിട, ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കേ. ഡോക്ടറെ ചട്ടുക്ക, പട്ടം പറപ്പിക്കുന്നതിൽ ഇത്രയും രസം ഇതുവരെ ഉണ്ടായിട്ടില്ല. വരൂ, നമുക്ക് ഉയരത്തിൽ പറപ്പിക്കാം. അതെ അതെ ഗസീട്ടെ, എനിക്ക് എന്റെ കുട്ടിക്കാലമ ഓർമ്മ വരുന്നത്. എന്തായാലും വിഗ്രഹം എടുത്തല്ലേ പറ്റൂ. നമുക്ക് ഇവന്മാരെ അങ്ങ് പറപ്പിച്ചേക്കാം. നിർത്ത്, ഞങ്ങളെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. നിങ്ങൾക്ക് എന്താ വട്ടായോ? ഞങ്ങളെ ഒന്ന് താഴെ ഇറക്ക്. വേണ്ട. ഒന്ന് നിർത്ത്. 2 എണ്ണത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിൽ നിന്നൊരാണ പൈസ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഓടിക്കോ. അല്ല, ഇത് പിന്നെ നമ്മുടെ പുറകെ തന്നെ കൂടിയോ? അത് തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. എന്റെ അമ്മച്ചി, രക്ഷിക്കണേ.
അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ കല്ല് നമ്മളെ കൊണ്ടേ പോകുള്ളൂ തോന്നുന്നു. വിഗ്രഹം എവിടെ? ആരുടെ കയ്യിലാ? ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ആ വിഗ്രഹം എവിടെ പോയെന്ന് അറിയില്ല. ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. മോട്ടോ, പുറത്തേക്ക് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ. നമ്മൾ ഭൂമിയിൽ നിന്നും അധികം താഴെയല്ല. നമുക്ക് മുകൾ ഭാഗം തുറന്നു പോകാൻ സാധിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ തുറക്കും? എങ്കിൽ ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. പൊളിച്ചേ! നമ്മളൊരു പുരാതന വസ്തുക്കളുള്ള ഒരു അറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മുഴുവൻ പുരാതന വസ്തുക്കളാണുള്ളത്. അതായത് അന്നത്തെ പാത്രങ്ങൾ, വസ്ത്രങ്ങൾ. ആ, നമ്മളിപ്പോ ആരുടെയോ വീട്ടിനകത്താണ്. കണ്ടില്ലേ, നമ്മളെ പോലെ കസാരി മേശയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഏയ്, ഒരിക്കലും അല്ല. അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. അയാളുടെ പേരാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ദേ, ഇത് കണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിലായ ആ ഫോട്ടോ. ആ, ഇത് ഗസീറ്ററാമിന്റെ പൂർവികരുടെ ചിത്രമാണ്. എന്താ സന്തോഷായില്ലേ ഗസീറ്ററാം? നമ്മളിപ്പോൾ നിങ്ങളുടെ പൂർവികരുടെ വീട്ടിലാണ് ഉള്ളത്. മോട്ടു, ഇതെന്റെ പൂർവികരുടെ വീടൊന്നും അല്ലെന്നേ. ഇതയാളുടെ ഫോട്ടോ അല്ല, ഇത് എന്റെ ഫോട്ടോ ആണ്. മാത്രല്ല അത് എന്റെ വീടാണ്. നിങ്ങളെല്ലാരും കൂടി ചേർന്ന് പൊളിച്ചടക്കിയില്ലേ? ഞാൻ നിങ്ങളെ ഒറ്റയോടെ തന്നെ വെറുതെ വിടില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ.